ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫിസിക്സ് ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ സബ്ജക്റ്റിലെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും മാക്സിമം 2019 മുതലുള്ള ചോദ്യങ്ങൾ ഈ അടുത്ത് വരെ നടന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക് വൈസ് സീരീസിന് ശേഷം അല്ലെങ്കിൽ ഇതിനിടയിലായിട്ട് തന്നെ നമുക്ക് ടോപ്പിക് വൈസ് ഈ 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനിടയിലായിട്ട് തന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള PYQ ചെയ്യാം. ഏകദേശം ടോപ്പിക്സ് സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോസും കൂടെ ചെയ്യാം കേട്ടോ. അപ്പം കേരള ജിയോഗ്രഫി നമ്മൾ ഇതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സിലെ പ്രകാശം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം നമ്മുടെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും നമ്മൾ ക്ലാസ് തന്നിട്ടുണ്ട്. അതായത് നമുക്കൊരു ടോപ്പിക്കായിട്ടല്ല എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് നമുക്ക് ഈ ക്ലാസ്സിൽ എടുക്കുന്നതിനിടയിലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ചലനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചലനവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രകാശമാണ്. പ്രകാശത്തിൽ ഏതൊക്കെയാണ് ടോപ്പിക്ക് വരുന്നത്? ലെൻസ്, ദർപ്പണം, R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഗണിത പ്രശ്നങ്ങൾ, പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, IR റേസ്, UV റേസ്, X റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഈ ഒരു ടോപ്പിക്സാണ് വരുന്നത്. പ്രകാശവുമായി ബന്ധപ്പെട്ട് എല്ലാ PSC പരീക്ഷകളിലും ഈ ഒരു ടോപ്പിക്കാണ് വരുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവൃത്തി, ഊർജം, പവർ, ഗണിത പ്രശ്നങ്ങൾ, ഈ ഒരു ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? 3 ക്ലാസ്സുകളോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പ്രകാശമാണ്. ക്ലാസ്സുകൾ മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS എക്സാം വരുന്നുണ്ട് ഈ അടുത്തായിട്ട്. അപ്പോൾ നമുക്കറിയാം കമ്പനി ബോർഡ് LGSൻ്റെ മാതൃകാ ചോദ്യപേപ്പർ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ എക്സാമിന് മുമ്പായിട്ട് നമ്മൾ മോഡൽ പേപ്പേഴ്സ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സബ്ജക്റ്റ് വൈസ് ആയിട്ടും അതുപോലെ തന്നെ ഓരോ പേപ്പറും നമ്മൾ റിലേറ്റഡ് പോയിൻറ്റ്സ് വെച്ച് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. പിന്നെ ഓരോ എക്സാമിനെയും SCRT ചാപ്റ്റേഴ്സ് ലിസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ LGS 10th പ്രിലിംസ് എക്സാമിനൊക്കെ ഏകദേശം സെയിം ടോപ്പിക്സ് തന്നെയാണ് വരിക. എന്നാൽ മെയിൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ LDC എക്സാം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാം, അതുപോലെ തന്നെ +2 ലെവൽ എക്സാം, ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ കുറച്ചധികം ടോപ്പിക്സ് കൂടുതലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട SCRT ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ അതായത് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് പഠിക്കേണ്ട എല്ലാ ചാപ്റ്റേഴ്സും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ക്ലാസ് തന്നെ കണ്ടാൽ മതി. ഏതൊരു സിലബസിലാണെന്നുണ്ടെങ്കിലും, അതായത് പ്രിലിംസ് ആണ് അതുപോലെ തന്നെ LGS ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ടോപ്പിക്സ് കുറവുണ്ട്. അത് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബസ്സിൽ റിയർ വ്യൂ മിററായി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആണ്. ഇതിൻ്റെ വക്രത ആരം നിർണ്ണയിക്കുക. ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും ചോദ്യങ്ങൾ ചോദിക്കാറ്. അപ്പോൾ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് R=2F എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയാണ് കൂടുതലും വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് വക്രത ആരമാണ് കാണേണ്ടത്, ഫോക്കസ് ദൂരം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? R=2F ആണ് അല്ലേ. എന്താണ്? 2F ആണ്. ഓക്കെ, ക്യാപിറ്റൽ R ആണ് കേട്ടോ. R=2F ആണ്. അപ്പോൾ 2 × 0.6 ചെയ്താൽ മതി അല്ലേ. 2 × 0.6 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 1.2 കിട്ടിയില്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്, 1.2 മീറ്റർ. മനസ്സിലായല്ലോ. R=2F എന്നുള്ള പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ആ ഒരു ഇക്വേഷൻ പഠിച്ച് വെച്ചിരിക്കുക. നമുക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വ്യാസം 20 സെൻറ്റിമീറ്റർ ഉള്ള ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? R=2F ആണല്ലേ. R=2F. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? F കാണാനായിട്ടാണ്, ഫോക്കസ് ദൂരം കാണുന്നതിനായിട്ടാണ്. അപ്പോൾ F = R/2 ആണ്.
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമുക്ക് വ്യാസമാണ് 20 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ വക്രത ആരം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യുക, 20/2 ചെയ്താൽ മതി അല്ലേ. വ്യാസം 20 ആണെങ്കിൽ ആരം എത്രയായിരിക്കും, 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാണ്ട് F ഈസ് ഈക്വൽ ടു, അപ്പോൾ ആറ് നമുക്ക് 10 കിട്ടി, 10/2 ചെയ്യുമ്പോൾ എത്ര കിട്ടി, 5 മീറ്റർ എന്ന് കിട്ടി അല്ലേ. നമുക്ക് ചോദിച്ചിരിക്കുന്നത് സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ആൻസർ ഓപ്ഷൻ സി ആണ്, 5 സെൻറ്റിമീറ്റർ. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗുണങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല, ശരിയാണ്. കാന്തിക മണ്ഡലവും വൈദ്യുത മണ്ഡലവും പരസ്പരം ലംബമായിരിക്കും, അതും ശരിയാണ്. ഇവ അനുദൈർഘ്യ തരംഗങ്ങളല്ല, അനുപ്രസ്ഥ തരംഗങ്ങളാണ് അല്ലേ, അനുപ്രസ്ഥ തരംഗങ്ങളാണ്. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. ഇവയ്ക്ക് ഭാരം ഇല്ല, ഊർജ്ജവും ആക്കവും മാത്രമേ ഉള്ളൂ, അത് ശരിയാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല, കാന്തിക മണ്ഡലവും വൈദ്യുത മണ്ഡലവും പരസ്പരം ലംബമായിരിക്കും, ഇവ അനുപ്രസ്ഥ തരംഗങ്ങളാണ്, ഇവയ്ക്ക് ഭാരം ഇല്ല, ഊർജ്ജവും ആക്കവും മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. കാരണം ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് തരാമെന്ന് പറയുമ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കാനായിട്ടുണ്ട്. സപ്പോർട്ട് വളരെ കുറവാണ് ഈ ടോപ്പിക് വൈസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കേട്ടോ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മരുഭൂമിയിലെ മരീചിക രൂപപ്പെടുന്നത്, മിറാഷ് രൂപപ്പെടുന്നതിന് കാരണം എന്താണ്? ഏത് പ്രവർത്തനമാണ്, പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ചൂടുള്ള വായുപാളികളിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം നടക്കുന്നതിനാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ എത്രയായിരിക്കും? അറ്റൻഡർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 2026 നടന്നിട്ടുള്ള. ഇപ്പോൾ നമ്മൾ നോക്കിയ ക്വസ്റ്റ്യൻസൊക്കെ 2026 ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്, 1/f ആണ് അല്ലേ. പവർ കാണുന്നതിനായിട്ട് P is equal to 1/f ആണ് വരാം അല്ലേ. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് സെൻറ്റിമീറ്റർ ആണോ മീറ്ററിലാണോ ഫോക്കസ് ദൂരം തന്നിരിക്കുന്നത് നോക്കണം. എപ്പോഴും നമുക്ക് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കേണ്ടത് മീറ്ററിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ഇവിടെ സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് ഫോക്കസ് ദൂരം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1/20 എന്ന് ചെയ്യാം അല്ലേ. 1/20 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ഈ 20 സെൻറ്റിമീറ്ററിന് നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരും, 20/100 ചെയ്താൽ മതിയില്ലേ. 20/100 ചെയ്യുമ്പോൾ നമുക്ക് 1/5 എന്ന് വന്നു അല്ലേ. 1/5 ആണ്. അപ്പോൾ നമുക്ക് 1 × 5/1 ഇതിൽ കൂടെ 1 × 5/1 എന്ന് വെച്ചാൽ എത്രയാണ്, 5 ആണ് വരാം അല്ലേ. 5 ആണ് വരാം. പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം, കാരണം കോൺകേവ് ലെൻസിൻ്റെ പവർ എപ്പോഴും നെഗറ്റീവാണ്. അപ്പോൾ -5 എന്നിട്ട് കൊടുക്കണം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, -5D എന്നാണ് വരാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഫോക്കസ് ദൂരം നമുക്ക് തന്നിരിക്കുന്നത് സെൻറ്റിമീറ്റർ ആണോ മീറ്റർ ആണോ എന്ന് നോക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഇപ്പോൾ 20 മീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് 20 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 20 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ കോൺവെക്സ് ആണോ കോൺകേവ് ആണോ ലെൻസ് നോക്കണം, എന്നിട്ട് വേണം സൈൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? നമുക്ക് തന്നിരിക്കുന്നത് ശബ്ദവും പ്രകാശവും തന്നിട്ടുണ്ട്. ശബ്ദം നമ്മൾ പഠിച്ചിട്ടില്ല, എന്നാലും നമുക്ക് പ്രകാശവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആയി കാരണം തന്നെ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. ശബ്ദവും പ്രകാശവും വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. ശബ്ദവും പ്രകാശവും രണ്ടും വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്നു, അത് തെറ്റാണ്. ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ്, ശരിയാണ്. ശബ്ദം അനുദൈർഘ്യ തരംഗമാണ്, പ്രകാശം എന്താണ്, അനുപ്രസ്ഥ തരംഗമാണ്. ഇനി പ്രകാശം അനുദൈർഘ്യ തരംഗം, നേരെ ഓപ്പോസിറ്റ് തന്നിരിക്കുന്ന പോലെ തെറ്റേ വരാം. ഇനി പ്രകാശം വൈദ്യുത കാന്തിക തരംഗമാണ്, അത് ശരിയാണ്. പ്രകാശം വൈദ്യുത കാന്തിക തരംഗമാണ്. ശരിയായിട്ടുള്ളത് ഏതാണ്, ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ. ശബ്ദം എന്ന് പറയുന്നത് ഒരു അനുദൈർഘ്യ തരംഗമാണ്, പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ്, അതുപോലെ തന്നെ പ്രകാശം എന്താണ്, വൈദ്യുത കാന്തിക തരംഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴടുത്ത് നടന്ന ഫയർമാൻ എക്സാം ഉണ്ടായിരുന്നല്ലേ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ അധികം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്താ ക്വസ്റ്റ്യൻ, ഫോക്കൽ ദൂരം 5 സെൻറ്റിമീറ്റർ ആയ ഒരു ലഘു സൂക്ഷ്മദർശിനി, അതായത് സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ കോണീയ ആവർത്തനം എത്രയാണ്? ആംഗുലർ മാഗ്നിഫിക്കേഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ഫോക്കൽ ദൂരം 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തനമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കോൺകേവ് ലെൻസിനെയും കോൺകേവ് മിറർ ദർപ്പണത്തിൻ്റെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ആവർത്തനം കാണാമെന്നുള്ളത് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ആംഗുലർ മാഗ്നിഫിക്കേഷൻ കാണാനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും ഉണ്ടാവും, എന്നാലും കൂടുതലും ഈ ഒരു ചോദ്യം കണ്ടിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഈ ഒരു ലഘു സൂക്ഷ്മദർശിനി, അതായത് സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ കാണുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. m is equal to 1 + d/f എന്നാണ്. m is equal to 1 + d/f എന്നാണ് വരാം. ഓക്കെ, m is equal to 1 + d/f. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്നതിൽ 1 + d എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് തന്നിരിക്കുന്നതിൽ d എന്ന് വെച്ചാൽ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് ഈ d എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ d എന്ന് വെച്ചാൽ എത്രയാണ്? 25 എന്ന് കിട്ടി. ഇനി f നമുക്ക് എത്രയാണ്? ഫോക്കൽ ദൂരം 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 1 + 25/5 ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? എത്ര കിട്ടി? 6 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ 6 എന്നാണ് വരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക m is equal to 1 + d/f ആണ്. ഇതിൽ d എന്ന് വെച്ചാൽ എന്താണ്? d എന്ന് വെച്ചാൽ എന്താണ്? വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ദൂരമാണ് d എന്ന് പറയുന്നത്. f എന്ന് പറയുന്നത് ഫോക്കൽ ദൂരമാണ്. നമുക്ക് കറക്റ്റ് വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ കോണീയ ആവർത്തനം അല്ലെങ്കിൽ ആംഗുലർ മാഗ്നിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ m is equal to 1 + d/f ആണ് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ 10th പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള 10th ലെവൽ എക്സാമിന് 10th പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ 10th ലെവൽ നോക്കിയപ്പോൾ 10th പ്രിലിംസിൻ്റെ എക്സാമുകളിൽ നോക്കിയപ്പോൾ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. എന്നാലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന്. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്രയാണ്? എന്താണ്? r is equal to 2f എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയാണ് അല്ലേ? ഞാൻ പറഞ്ഞു ഈ ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു പ്രകാശം ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, r is equal to f. ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് കുറേ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫോക്കസിലേക്കുള്ള ദൂരം നമുക്ക് 12 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. വക്രതാരം കണ്ടുപിടിക്കാനാണ്. r is equal to എന്താണ്? 2f ആണ്. നമുക്ക് ഫോക്കസ് ദൂരം എത്രയാണ് തന്നിട്ടുണ്ട്? 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 × 12 ചെയ്യുമ്പോൾ അല്ലേ, 2 × 12 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 24 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ആൻസർ ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു റിയർ വ്യൂ മിററിൻ്റെ വക്രത ആരം 12 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? r is equal to 2f ആണ് ഇക്വേഷൻ. f is equal to എന്താണ്? r/2 ആണ്. അപ്പോൾ 12/2 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 6 മീറ്റർ എന്ന് കിട്ടിയില്ലേ? ഇവിടെ നമുക്ക് മീറ്റർ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 6 മീറ്റർ എന്നാണ് ആൻസർ വരിക. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് അല്ലേ? ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വസ്തുവിനേക്കാൾ വലുതും നിവർന്നതും മിഥ്യയുമായ പ്രതിബിംബം രൂപീകരിക്കുന്ന ഒരു ദർപ്പണത്തിൻ്റെ വക്രത ആരം അതായത് r is equal to 45 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ദർപ്പണം ഏത് തരമാണ്? ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ r is equal to നമുക്കറിയാം r is equal to എന്താണ്? 2f ആണ്. f is equal to r/2 ആണ്. r is equal to 2f ആണ്. അപ്പം ഇവിടെ നമുക്ക് f കണ്ടുപിടിക്കണം. r/2 ചെയ്താൽ മതി. r/2 ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിൽ തന്നെയാണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. 45/2 ചെയ്യുമ്പോൾ 22.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ വരെ ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഏത് തരം ദർപ്പണമാണെന്നാണ്. നമുക്ക് ഹിൻഡ് തന്നിട്ടുണ്ട്. എന്താണ്? വസ്തുവിനേക്കാൾ വലുതാണ് അല്ലേ? വസ്തുവിനേക്കാളും വലുതാണ്. അതുപോലെ തന്നെ നിവർന്നതും മിഥ്യയുമായ പ്രതിബിംബം രൂപീകരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലുത് വരാണെന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? കോൺവെക്സ് ദർപ്പണമായിരിക്കും അല്ലേ? ദർപ്പണമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ, ലെൻസ് അല്ല, ദർപ്പണമാണ്. ദർപ്പണമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കോൺകേവ് ദർപ്പണത്തിലാണ് കൂടുതലും വലുത് വരുന്നത് അല്ലേ? ഒരു കണ്ടീഷനാണ്ട്
ചെറുതും വരുന്നുണ്ട്, വലുതും വരുന്നുണ്ട്. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ എന്താണ് വസ്തുവിനേക്കാൾ വലുത് വരുന്നുണ്ട്, അതുപോലെ തന്നെ വസ്തുവിനേക്കാളും ചെറുതും എന്തിൽ വരുന്നുണ്ട്, കോൺകേവ് ദർപ്പണത്തിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, നിവർന്നതും മിഥ്യയുമായിട്ടുള്ള പ്രതിബിംബമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിവർന്നതാണ് അതുപോലെ തന്നെ മിഥ്യയുമാണ് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ഈ കോൺകേവ് ദർപ്പണത്തിൽ ഒരേ ഒരു കണ്ടീഷനിൽ മാത്രമാണ് നമുക്ക് മിഥ്യയായിട്ടുള്ളൊരു ഇമേജ് ലഭിക്കുന്നത് അല്ലേ. കോൺകേവ് ദർപ്പണത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് യഥാർത്ഥവും തലകീഴായതും ആയിരിക്കും. പക്ഷേ ഒരു കണ്ടീഷനിൽ മിഥ്യയും നിവർന്നതുമായിട്ടുള്ള ഇമേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതായിരിക്കും, കോൺകേവ് ദർപ്പണമായിരിക്കും. കാരണം കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശിക കേന്ദ്രത്തിനും ഫോക്കസിനും ഇടയിൽ നമ്മൾ ഒരു വസ്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വസ്തുവിൻ്റെ അതേ ഭാഗത്ത് തന്നെയാണ് പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥാനം പറഞ്ഞു. അതുപോലെ തന്നെ വലിപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിലോ, വലിപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, മിഥ്യയും നിവർന്നതുമായിരിക്കും. ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പഠിച്ച് വെച്ചിരിക്കാം. അപ്പോൾ കോൺകേവ് ദർപ്പണമാണെന്ന് മനസ്സിലായി. കോൺകേവ് ദർപ്പണമാണെന്നുണ്ടെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു പവർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് ആണെന്നുണ്ടെങ്കിലും മൈനസ് ആയിരിക്കും വരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് ഈ ഒരു എക്സാം കുറച്ച് ബൈൻഡിങ്ങിൻ്റെ ഏതൊരു എക്സാം ആയിരുന്നു. അതിനാൽ തന്നെ കുറച്ചൊരു എന്താ പറയുക, ഒരു കണ്ടീഷൻ കൂടെ വെച്ചിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിൽ വ്യതിയാന കോൺ എത്രയാണ്? ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിൻ്റെ വ്യതിയാന കോൺ എത്രയാണ്? 54.2 ഡിഗ്രിയാണ് ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിൻ്റെ വ്യതിയാന കോൺ. നെക്സ്റ്റ്, ഒരു ബസ്സിൽ റിയർ വ്യൂ മിററായി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 0.5 മീറ്റർ ആണ് എങ്കിൽ വക്രതാരം നിർണ്ണയിക്കുക. വക്രതാരം എങ്ങനെയാണ് കാണാം, R = 2F ആണ്. 2F എന്ന് പറയുമ്പോൾ 0.5 × 2 ആണ് വരിക അല്ലേ. അപ്പോൾ എത്ര കിട്ടി, 1.0, അതായത് 1 മീറ്റർ ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. R = 2F എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം. അപ്പോൾ ഷേവിംഗ് മിററിലൊക്കെ ഏതാ ഉപയോഗിക്കുന്നത്? ഷേവിംഗ് മിറർ, അതുപോലെ തന്നെ ഡെൻറ്റിസ്റ്റിൻ്റെ ലൈറ്റ് മിററൊക്കെ അതിലൊക്കെ ഏതാ ഉപയോഗിക്കുന്നതോ? ഡെൻറ്റിസ്റ്റ് മിറർ, മേക്കപ്പ് മിറർ, അതുപോലെ തന്നെ എന്താണ് ഇതിലൊക്കെ ഇത് ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ് അല്ലേ. കോൺവെക്സ് ദർപ്പണം എന്ന് പറയുമ്പോൾ വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വളവുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്, കോൺവെക്സ് ദർപ്പണമാണ്. കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ ഡെൻറ്റിസ്റ്റ് മിറർ, ഷേവിംഗ് മിറർ, അതുപോലെ തന്നെ പ്രൊജക്ടറിൽ, പിന്നെ മേക്കപ്പ് മിറർ, സോളാർ കുക്കറിൽ, സെർച്ച് ലൈറ്റ്, അതിലൊക്കെ എന്താണ്, കോൺകേവ് മിററാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ്? ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ്? കോൺവെക്സ് ദർപ്പണത്തിനാണ്. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് എത്രയാണ്? അതായത് കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോണാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സെയിം തന്നെയായിരിക്കും പ്രതിപതന കോണും ഉണ്ടായിരിക്കാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 30 ഡിഗ്രിയാണ് വരാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? തരംഗദൈർഘ്യം കൂടുതൽ ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വിബ്ജിയോർ എന്ന് എഴുതുമ്പോൾ തരംഗദൈർഘ്യം കൂടുതൽ ഏതിനാണ്? റെഡിനാണ് അല്ലേ. റെഡിനാണ് തരംഗദൈർഘ്യം കൂടുതൽ അല്ലേ. നമുക്ക് തന്നിരിക്കുന്നതിൽ റെഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ചുവപ്പില്ലാത്ത കാരണം നമുക്ക് ഇപ്പുറത്തെടുക്കാം. ഇപ്പുറത്ത് ഏതാണ് വരുന്നത്? ഓറഞ്ചാണ് വരുന്നത് അല്ലേ. നമുക്ക് തന്നിരിക്കുന്നതിൽ ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഓറഞ്ചിനാണ് തരംഗദൈർഘ്യം കൂടുതൽ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓപ്ഷനിൽ റെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡാണ് എഴുതേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം റെഡിന് തന്നെയാണ്. ഇനി തരംഗദൈർഘ്യം കുറവ് ഏതിനാണ്? വയലറ്റിനാണ് അല്ലേ. തരംഗദൈർഘ്യം കുറവ് വയലറ്റിനാണ്. ഇനി ആവർത്തി കൂടുതലും വിസരണം കൂടുതലും ചോദിക്കുകയാണെങ്കിൽ വയലറ്റ് തന്നെയാണ്. തരംഗദൈർഘ്യം കുറവ് മാത്രമാണ് വയലറ്റിന് വരുന്നുള്ളൂ. ബാക്കി എല്ലാ ഇതും കൂടുതൽ വരുന്നത് ഏതാണ്? വയലറ്റിനാണ്. അതായത് ആവർത്തി കൂടുതൽ, വിസരണം കൂടുതൽ, വ്യതിയാനം കൂടുതലൊക്കെ ചോദിക്കുകയാണെങ്കിൽ വയലറ്റ് തന്നെയാണ് വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതന കോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? പതനകോണും പ്രതിപതന കോണും സെയിം ആയിരിക്കും. അപ്പോൾ എത്രയാണ്? 60 ഡിഗ്രിയാണ് അല്ലേ. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ഫലം. ഓക്കെ, ഫലത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. പ്രതലഫലമാണ്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? R = എന്താണ്? 2f ആണ്. നമുക്ക് തന്നിരിക്കുന്നത് വക്രത ആരമാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷനിലും സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കത് പേടിക്കാനില്ല അല്ലേ. ഇനി നമുക്ക് ഫോക്കസ് ദൂരം കാണുന്നതിനായിട്ട് എന്ത് ചെയ്താൽ മതി? R/2 ചെയ്താൽ മതി. ഇത് 30/2 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി എന്തിൻ്റെ യൂണിറ്റാണ്? പ്രകാശവർഷം. പ്രകാശവർഷം ദൂരത്തിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. ദൂരത്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ പ്രകാശരശ്മി നേരെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ വ്യതിയാനമൊന്നും സംഭവിക്കുന്നില്ല ആദ്യത്തെ പിക്ചറിൽ അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? ഗ്ലാസ് ഷീറ്റ് ആയിരിക്കും. രണ്ടാമത്തെ ലെൻസിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇവ ഒരുമിച്ച് ചേരാനായിട്ട് പോകുന്നുണ്ട് അല്ലേ. അതായത് കുറച്ച് എന്താണ് അടുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതാ വരാ? കോൺവെക്സ് ലെൻസാണ് വരാ. ഇനി ഇപ്പോഴത്തെ ലെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താണ്? കൂടുതൽ ദൂരം കടന്നു പോകുകയാണ് ചെയ്യുന്നതിൽ നന്നായിട്ട് വ്യതിചലിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഏതാണ്? കോൺകേവ് ലെൻസ് ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഗ്ലാസ് ഷീറ്റ്, കോൺവെക്സ് ലെൻസ്, പിന്നെ കോൺകേവ് ലെൻസ്. വിസരണം ഏറ്റവും കൂടിയ വർണ്ണപ്രകാശം ഏതാണ്? വിസരണം ഏറ്റവും കൂടുതൽ ഏതാണെന്ന് പറഞ്ഞത് വയലറ്റിനാണ് അല്ലേ. തരംഗദൈർഘ്യം കുറവും വിസരണം കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? വയലറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നല്ല വെയിലുള്ളപ്പോൾ മണലാരണ്യത്തിലെ യാത്രക്കാർക്ക് അകലെയായി ഇല്ലാത്ത തടാകങ്ങൾ കാണാൻ കഴിയുന്നു. ഈ പ്രതിഭാസത്തെ എന്താണ് പറയുന്നത്? നല്ല വെയിലുള്ളപ്പോൾ മണലാരണ്യത്തിലെ യാത്രക്കാർക്ക് അകലെയായിട്ട് ഇല്ലാത്ത തടാകങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരെന്താണ്? മരീചിക എന്നാണ് അല്ലേ. മരീചിക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്തായാലും ഈ മരുഭൂമിയിലെ മരീചികയ്ക്ക് കാരണം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് ആൻസർ വരാറുള്ളത്. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രകാശത്തിൻ്റെ അപവർത്തനം കാരണം എന്നും വരാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ എഴുതണം. അപവർത്തനം പൂർണ്ണ ആന്തരിക പ്രതിഫലനം ഇതിൻ്റെ കാരണമാകുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഓക്കെ, പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് ആൻസറിൽ ഉള്ളെന്നുണ്ടെങ്കിൽ പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് ആൻസർ കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ഫസ്റ്റ് എപ്പോഴും കൊടുക്കേണ്ടത് പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം എന്ത് കൊടുക്കുക? അപവർത്തനത്തിന് ആൻസർ കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 സ്രോതസ്സുകളിൽ നിന്നും വരുന്ന പ്രകാശം താരതമ്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? 2 സ്രോതസ്സുകളിൽ നിന്നും വരുന്ന പ്രകാശം താരതമ്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഫോട്ടോമീറ്റർ ആണ്. ഫോട്ടോമീറ്റർ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? ഓരോരുത്തരും വ്യത്യസ്തമായിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ പഠിച്ചു വെച്ചത് RGB എന്ന് പറയുന്നത് ഇവിടെ എഴുതിയതിന് ശേഷം ഓക്കെ RGB, പിന്നെ ഇതേ ഓർഡറിൽ ഇപ്പുറത്തുനിന്ന് YCM എന്നെഴുതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമാണ്. പച്ചയും അതുപോലെ തന്നെ ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? മഞ്ഞയാണ് അല്ലേ. മഞ്ഞയാണ്. ഇനി പച്ചയും നീലയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? സിയാലാണ്. ഇനി സിയാനാണ്. അതുപോലെ തന്നെ ഈ റെഡും അതുപോലെ തന്നെ ബ്ലൂവും കൂടി ചേരാണെന്നുണ്ടെങ്കിൽ ഏതാണ്? മജന്തയാണ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിൻ്റെ വക്രത ആരം എത്രയാണ്? R = 2f ആണ്. ഇപ്പോൾ 2 × 20 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 40 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയില്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 32 അപവർത്തനാങ്കമുള്ള ഒരു കോൺവെക്സ് ലെൻസ് വായുവിൽ 20 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുണ്ടെങ്കിൽ 4/3 അപവർത്തനാങ്കമുള്ള ജലത്തിൽ എത്ര ഫോക്കസ് ദൂരം ഉണ്ടാകും? അപ്പോൾ ലെൻസ് മേക്കർ ഫോർമുല ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഫോക്കസ് ദൂരം നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫോക്കസ് ദൂരം നമുക്കൊരു കോൺവെക്സ് ലെൻസിൻ്റെ ഇത്രയും 3/2 അപവർത്തനാങ്കമാണെന്ന് തന്നിട്ടുണ്ട്. ഇനി 4/3 അപവർത്തനാങ്കമാണെന്നുണ്ടെങ്കിൽ ജലത്തിൽ എത്ര ഫോക്കസ് ദൂരം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലെൻസ് മേക്കർ ഫോർമുല എന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജലത്തിലെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ഓക്കെ ജലത്തിലെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്
വായുവിലെ ഫോക്കസ് ദൂരത്തിൻ്റെ 4 മടങ്ങായിരിക്കും. വായുവിൽ എത്രയാണോ ഫോക്കസ് ദൂരം വരുന്നത് അതിന് 4 മടങ്ങാണ് ജലത്തിൽ ഉണ്ടായിരിക്കുന്ന ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എത്ര വരാം? 20 × 4 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 20 ആണ് നമുക്ക് വായുവിലുള്ളതിൽ. 20 × 4 ചെയ്താൽ മതി. അപ്പോൾ 80 എന്ന് കിട്ടി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 80 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ അപൂർവമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. എന്നാലും 10th ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്, അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതിനാൽ തന്നെ നമ്മൾ ഇത് പഠിച്ചു വെച്ചാൽ മതി. വായുവിൽ 20 വന്നിരിക്കുന്നത്. നമുക്ക് ജലത്തിലാണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഫോക്കസ് ദൂരം ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 4 മടങ്ങാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാപ്രതിബിംബമായിരിക്കും. ശരിയാണോ? ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാപ്രതിബിംബമായിരിക്കും. അത് ശരിയാണ്. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും. അതും ശരിയാണ് അല്ലേ. മിഥ്യാപ്രതിബിംബമായിരിക്കും, അതുപോലെ തന്നെ ചെറിയ പ്രതിബിംബമായിരിക്കും. അത് ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. എന്നാൽ കോൺകേവ് ദർപ്പണമാണെന്നുണ്ടെങ്കിലോ അതിൽ വസ്തുവിനേക്കാൾ വലുതും വസ്തുവിനേക്കാൾ ചെറുതും അല്ലേ, വലുതുണ്ടാവും ചെറുതുണ്ടാവും. അതുപോലെ തന്നെ ഒരു കണ്ടീഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? മിഥ്യ വരുന്നത് അല്ലേ, മിഥ്യ വരുന്നത്, ബാക്കിയൊക്കെ യഥാർത്ഥമാണ് വരുന്നത്. ഓക്കെ. 2 സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കാന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ഡിഗ്രി നോക്കിയാൽ മതി. ഇവിടെ ഏറ്റവും ചെറുത് എത്രയാണ് വരുന്നത്? 30 ഡിഗ്രി ആണ്. അപ്പോൾ 30 ഡിഗ്രിയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക. മഴവില്ലുണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? മഴവില്ലുണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണ്. പ്രകീർണനം. ആകാശത്തിൻ്റെ നീലനിറത്തിനും അതുപോലെ തന്നെ കടലിലാണെങ്കിലും നീലനിറത്തിനും കാരണമാകുന്ന പ്രതിഭാസം ഏതാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമാകുന്ന പ്രതിഭാസം ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിൽ തന്നെ ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിലുള്ള സമവാക്യം ഏതാണ്? P= 1/f ആണ് അല്ലേ. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് പവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ P= 1/f ആണ്. മീറ്ററിലാണ് ആൻസർ എന്നുണ്ടെങ്കിൽ മീറ്ററിൽ എഴുതണം. അതെല്ലാം നമുക്ക് ഓപ്ഷനിൽ സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ സെൻറ്റിമീറ്ററിൽ എഴുതിയാൽ മതി. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ് അല്ലേ. കോൺവെക്സ് ദർപ്പണമാണ് ഉപയോഗിക്കുന്നത്. പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം എന്താണ്? പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം ഏതാണ്? അപവർത്തനമാണ്. പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം എന്താണ്? അപവർത്തനം. വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകൾ താഴെ തന്നിട്ടുണ്ട്. ഇവയിൽ കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. കോൺകേവ് ദർപ്പണമാണെന്നുണ്ടെങ്കിൽ വസ്തുവിനേക്കാൾ സമാനമായ പ്രതിബിംബം രൂപീകരിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണല്ലേ. വസ്തുവിനെ സമാനമായിട്ടുള്ള പ്രതിബിംബം രൂപീകരിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. കാരണം സീൽ വയ്ക്കുമ്പോൾ സമാനമായിട്ടുള്ള പ്രതിബിംബമാണ് ലഭിക്കുന്നത്. വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നു. വസ്തുവിനേക്കാൾ ചെറുതും അതുപോലെ തന്നെ വലുതുമായിട്ടുള്ള പ്രതിബിംബം രൂപീകരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നു ശരിയാണ്. വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം രൂപീകരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ശരിയായിട്ടുള്ള ആൻസർ ആണ് അല്ലേ. അപ്പോൾ 3ഉം ശരിയാണ്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ എയും ബിയും സി ഇല്ലാത്ത കാരണം ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇവയിലൊന്നുമല്ല. ഇനി കോൺവെക്സ് ദർപ്പണമാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് വരാം? കോൺവെക്സ് ദർപ്പണമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരാം? മിഥ്യയായിരിക്കും അല്ലേ. മിഥ്യയായിരിക്കും. അതുപോലെ തന്നെ ചെറുതാണോ? ചെറുതും അതുപോലെ തന്നെ വളരെ ചെറുതും അല്ലേ, അങ്ങനെയല്ലേ വരുന്നത്? ഓക്കെ, ചെറുതാണ് വരാം കേട്ടോ. ഇവിടെ നമുക്ക് കോൺവെക്സ് ദർപ്പണത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലുത് വരുന്നില്ല. കോൺവെക്സ് ദർപ്പണത്തിൽ ചെറുത് മാത്രം, ചെറിയ ഇമേജ് മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ മിഥ്യ ഇമേജ് ആയിരിക്കും അതെന്ന് പറയുന്നത്. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ് അല്ലേ. കോൺവെക്സ് ദർപ്പണമാണ്. നമുക്ക് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു ഈ ക്വസ്റ്റ്യൻ അല്ലേ. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം.
പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? അപവർത്തനം അല്ലേ? അപവർത്തനം. ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ 10 സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ ലെൻസിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ അകലെയായി യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു എങ്കിൽ ഈ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? നമുക്ക് ചോദിച്ചിരിക്കുന്നത് ലെൻസിൻ്റെ ഇക്വേഷൻ ആണ്. ലെൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/f ഈസ് ഈക്വൽ ടു എന്താണ്? 1/v മൈനസ് 1/u ആണ് അല്ലേ? ലെൻസിൻ്റെ ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? 1/v മൈനസ് 1/u ആണ്. ഓക്കെ, ദർപ്പണത്തിലാണെങ്കിൽ 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u ആണ്. എന്നാൽ ലെൻസിൽ 1/f ഈസ് ഈക്വൽ ടു എന്താണ്? 1/f ഈസ് ഈക്വൽ ടു 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. 1/v മൈനസ് 1/u ആണ്. ഇനി നമുക്ക് u എത്രയാണ് തന്നിരിക്കുന്നത്? ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ 10 സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചു. 10 സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചു. അപ്പോൾ നമുക്ക് u എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് തന്നിരിക്കുന്നത്. u എന്ന് പറയുന്നത് എപ്പോഴും എത്ര തന്നെയാണ് ഇരിക്കുക? ഏത് ചിഹ്നമാണ്? മൈനസ് ആണ് ഇടുക അല്ലേ? u എന്ന് പറയുന്നത് എപ്പോഴും മൈനസ് ആയിരിക്കും. -10 കിട്ടി. ഇനി നമുക്ക് v നോക്കണം. v നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 സെൻറ്റിമീറ്റർ അകലെയായ യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ v എന്ന് വെച്ചാൽ എന്താണ്? 20 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് എന്താണ്? ഒരു കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ? ഒരു കോൺവെക്സ് ലെൻസ് ആണ്. അതുപോലെ തന്നെ യഥാർത്ഥ പ്രതിബിംബമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കോൺവെക്സ് ലെൻസ് ആണ്, യഥാർത്ഥ പ്രതിബിംബമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥ പ്രതിബിംബമാണെന്നുണ്ടെങ്കിൽ എത്ര എടുക്കണം? പോസിറ്റീവ് 20 അല്ലെ? +20 എടുക്കണം അല്ലേ? +20 എടുക്കണം. കോൺവെക്സ് ലെൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. കോൺവെക്സ് ലെൻസിൽ v എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? +20 ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 1/20 മൈനസ് 1/10 അല്ലേ? -1/10. അപ്പോൾ 1/20 പ്ലസ് 1/10 വരുമ്പോൾ എത്ര വരും? 1/20 പ്ലസ് 1/10 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? എത്ര കിട്ടി? അപ്പോൾ 20/3 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഏകദേശം 6.something ആണ് വരിക. പ്ലസ് ആണ് വരിക അല്ലേ? മൈനസൊക്കെ വെട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പക്ഷേ നമ്മുടെ ആൻസറിൽ +8 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ചിലപ്പോൾ അതിനോട് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ എടുത്തതായിരിക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ്. +8 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തിരുന്നത് കേട്ടോ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരവും ആ ദർപ്പണത്തിൻ്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധം എന്താണ്? f is equal to r/2 ആണ് അല്ലേ? r/2 ആണ്. അല്ലെങ്കിൽ r is equal to എന്ന് പറയാം 2f ആണെന്നും പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. UV തരംഗം ഒരു ലോഹ പ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നത് ഏതിലാണ്? X തരംഗത്തിലാണ്. താഴെ പറയുന്നതിൽ നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏത്? നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? പാർസെക് ആണ് നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് അല്ലേ? പ്രകാശവർഷം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ദൂരവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? ഏറ്റവും വലിയ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ ഇതാണ്, പാർസെക് ആണ്. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറയുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. കാരണം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും അകലവും അതുപോലെ തന്നെ ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ആണ് ശരിയല്ലാത്ത പ്രസ്താവന. സമതല ദർപ്പണത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് വെച്ചാൽ വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന് ലഭിക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും എന്താണ്? സെയിം ആയിരിക്കും. പ്രകാശം അതിലെ ഘടക വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേരെന്താണ്? എന്താണ്? പ്രകീർണനമാണ് അല്ലേ? നമ്മൾ പറഞ്ഞു പ്രകാശം അതിലെ ഘടക വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേരെന്താണ്? പ്രകീർണനമാണ്. അപവർത്തനത്തിന് എക്സാമ്പിൾ എന്താണ്? ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പെൻസിൽ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് വളയുന്നതായിട്ട് നമുക്ക് തോന്നില്ല. അങ്ങനെ പ്രധാനപ്പെട്ട തോന്നലുകളൊക്കെ എന്താണ്? അപവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി പൂർണ്ണ ആന്തരിക പ്രതിപതനത്തിന് എക്സാമ്പിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? പൂർണ്ണ ആന്തരിക പ്രതിപതനത്തിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രവർത്തന തത്വമൊക്കെ എന്താണ്? പൂർണ്ണ ആന്തരിക പ്രതിപതനമാണ്.
സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? വസ്തുവിന്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന് ലഭിക്കുന്നുണ്ടായിരിക്കുക, ശരിയാണ്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും, അതും ശരിയാണ്. പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവുമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു, അത് തെറ്റാണ്. കാരണം എന്താ, മിഥ്യയാണ് കിട്ടുക അല്ലേ. ഈ സമതല ദർപ്പണം എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നമ്മുടെ കണ്ണാടി ആലോചിച്ചാൽ മതി. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ വസ്തുവിൻ്റെ അതേ വലിപ്പം തന്നെയല്ലേ പ്രതിബിംബത്തിന് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ നിവർന്ന ഇമേജ് തന്നെയാണ് ലഭിക്കുന്നത് അല്ലേ. പിന്നെ എന്തുട്ടാ ദർപ്പണത്തിൽ നമ്മൾ ഇപ്പോൾ ആ ഒരു മിററിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കുറച്ച് അകലേക്ക് പോകും തോറും എന്താണ് പറയുന്നത്, വസ്തുവിൻ്റെ ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്, സെയിം തന്നെയാണ് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ദൂരം എത്രയായിരിക്കും? ഫോക്കൽ ദൂരം എങ്ങനെ കണ്ടുപിടിക്കുക? R = 2F ആണ് ഇക്വേഷൻ. അപ്പോൾ F എന്താണ്, R/2 ആണ്. അപ്പോൾ 20/2 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയില്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ്, 10 സെൻറ്റിമീറ്റർ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം ഏതാണ്? ഓപ്ഷൻ ഡി അപവർത്തനമാണ് അല്ലേ, അപവർത്തനമാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്തിന് തുല്യമായിരിക്കും? എന്തായിരിക്കും ആൻസർ വരാതെ തന്നിരിക്കുന്നതിൽ? പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമായിരിക്കും. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലേബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നതിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ഏതിനാണ്? ആവൃത്തിക്ക് മാറ്റം ഉണ്ടായിരിക്കില്ല. അതും പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഈ 2 ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണ് അല്ലേ, പ്രകീർണനം. പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം. പ്രകാശ പ്രകീർണനത്തിന് ഏതാണ് എക്സാമ്പിൾ? മഴവിലാണ് അല്ലേ, മഴവിലാണ്. മഴവിലിന് കാരണം ചോദിച്ചിട്ട് കണ്ടു അല്ലേ, ഏതാണ്? പ്രകീർണനമായിരുന്നു. അപ്പോൾ പ്രകീർണനത്തിനുള്ള എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മഴവിലാണ് വരുന്നത് അല്ലേ. സൂര്യൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? സൂര്യൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നുന്നത് എന്താണ്? നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നതിന് എക്സാമ്പിൾ ഇതെന്താണ്? പ്രവർത്തനം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് അപവർത്തനമാണ് അല്ലേ. പ്രകാശ പ്രതിഭാസം ചോദിക്കുകയാണെങ്കിൽ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നുന്നത്, അതുപോലെ തന്നെ ജലാശയങ്ങൾക്ക് ആഴക്കുറവ് തോന്നുന്നത്, അതുപോലെ തന്നെ സൂര്യോദയത്തിന് ഇപ്പോൾ നമ്മൾ സൂര്യോദയത്തിനൊക്കെ മുമ്പായിട്ട് എന്താണ് കുറച്ച് നേരം കാണാനായിട്ട് സാധിക്കും അല്ലേ. അതുപോലെ തന്നെ എന്താണ്, അതായത് ഇയർലി സൺറൈസ് ആൻഡ് ലേറ്റ് സൺസെറ്റ്, ഇതൊക്കെ എക്സാമ്പിൾ അപവർത്തനത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, അപവർത്തനത്തിന് എക്സാമ്പിളാണ്. ഇനി ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം ഉദയാസ്തമയ സമയങ്ങളിലെ സൂര്യൻ്റെ പ്രത്യേക ചുവപ്പ് നിറത്തിന് കാരണം. പിന്നെ ആകാശത്തിൻ്റെ നീലനിറം പറഞ്ഞു, ആഴക്കടലിൻ്റെ നീലനിറത്തിന് കാരണം, ഉദയാസ്തമയങ്ങളിൽ സൂര്യൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമൊക്കെ എന്താണ്? വിസരണമാണ്. എന്താണ്? വിസരണം. അപ്പോൾ പ്രകാശ പ്രകീർണനം എന്ന് പറയുന്നത് മഴവിലാണ് എക്സാമ്പിൾ വരുന്നത്. ഇനി വിസരണത്തിന് എക്സാമ്പിൾ വരുന്നത് എന്താണ്? ആഴക്കടലിൻ്റെ നീലനിറം, അതുപോലെ തന്നെ ആകാശത്തിൻ്റെ നീലനിറം, അത് ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യൻ്റെ പ്രത്യേക ചുവപ്പ് നിറത്തിന് കാരണമൊക്കെ. ഇനി പൂർണ്ണ ആന്തരിക പ്രതിഫലനത്തിന് എക്സാമ്പിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വജ്രത്തിൻ്റെ തിളക്കം, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രവർത്തന തത്വം, പിന്നെ നമ്മൾ പറഞ്ഞു മരുഭൂമിയിലെ മരീചികയൊക്കെ എന്താണ്? പൂർണ്ണ ആന്തരിക പ്രതിഫലനത്തിന് എക്സാമ്പിളാണ്. പിന്നെ ചോദിക്കുന്നത് ഇതായിരുന്നു വിഭംഗം അല്ലേ, ഡിഫ്രാക്ഷൻ എക്സാമ്പിൾ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞതിൽ ഇതുവരെ ആ ക്വസ്റ്റ്യൻ കണ്ടില്ല അല്ലേ. CD-യിലെ വർണ്ണരാജി ഡിഫ്രാക്ഷൻ എക്സാമ്പിളാണ്. ക്രമരഹിതമായ നിഴലുകളുടെ അരിക്, സൂര്യന് ചുറ്റും വലയം എന്നിവയൊക്കെ എന്താണ്? ഡിഫ്രാക്ഷന് എക്സാമ്പിളാണ്. പ്രകീർണനം നമ്മൾ പറഞ്ഞു, സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസത്തെയാണ് പ്രകാശ പ്രകീർണനം എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു അല്ലേ. പിന്നെന്താണ് അപവർത്തനത്തിൻ്റെ എക്സാമ്പിൾ എന്താ പറഞ്ഞത്? നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നുന്നത്, മരുഭൂമിയിലെ മരീചിക, അത് ഞാൻ പറഞ്ഞു പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് ഫസ്റ്റ് കൊടുക്കേണ്ട ഓപ്ഷൻ. പിന്നീട് അതില്ലാന്നുണ്ടെങ്കിൽ മാത്രമാണ് അപവർത്തനത്തിന് കൊടുക്കുന്നത്. ജലാശയങ്ങളിൽ ആഴക്കുറവ് തോന്നുന്നത്, ഇയർലി സൺറൈസ് ആൻഡ് ലേറ്റ് സൺസെറ്റ് ഒക്കെ എന്താണ്? അപവർത്തനത്തിന് എക്സാമ്പിളാണ്. ഇനി പ്രതിഫലനം എന്ന് വെച്ചാൽ എക്സാമ്പിൾ കണ്ണാടിയിൽ പ്രതിബിംബം കാണാൻ കാരണം എന്താണ്?
പ്രതിഫലനമാണ് കേട്ടോ, പ്രതിഫലനമാണ്. ഇത്രയും എക്സാമ്പിൾ തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോൺ അളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ്? 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോൺ അളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, 360/θ-1, അതായത് 360/60-1, 360/60-1 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 6-1 എത്രയാണ്? 6-1 5 അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ്, 5 വരാം. അപ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? n=360/θ-1 എന്നുള്ള ഇക്വേഷനിൽ വേണം ഇട്ടുകൊടുക്കാനായിട്ട്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം എന്താണ്? അപവർത്തനമാണ് അല്ലേ? അപവർത്തനമാണ്. പ്രകീർണത്തിന് എക്സാമ്പിൾ എന്തായിരുന്നു? മഴവിലായിരുന്നു. വിസരണത്തിന് എക്സാമ്പിൾ എന്തായിരുന്നു? ആകാശത്തിൻ്റെ നീലനിറം, ആഴക്കടലിൻ്റെ നീലനിറക്കം എന്താണ്? വിസരണമാണല്ലേ? സൂര്യൻ്റെ ചുവപ്പ് നിറക്ക് പറഞ്ഞു. ഇനി പൂർണ്ണാന്തരിക പ്രതിഫലനത്തിന് എക്സാമ്പിൾ എന്താണ്? ഒന്നാമത് പറഞ്ഞു മരുഭൂമിയിലെ മരീചിക, 2 ആൻസർ വരുന്നുണ്ട് അതിൽ. പിന്നെ എന്താ പറയുന്നത്? ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രവർത്തന തത്വം. വജ്രത്തിൻ്റെ തിളക്കൊക്കെ എന്താണ്? പൂർണ്ണാന്തരിക പ്രതിഫലനത്തിന് എക്സാമ്പിൾ ആണ്. ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദു എന്താണ് അറിയപ്പെടുന്നത്? ദർപ്പണത്തിൻ്റെ പ്രതിപതന തലത്തിൻ്റെ മധ്യബിന്ദു എന്താണ് അറിയപ്പെടുന്നത്? പോൾ എന്നാണ് അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ്, പോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? R = എന്താണ്? 2f ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഫോക്കസ് ദൂരമാണ്. F = R/2. 40/2 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയില്ലേ? 20 സെൻറ്റിമീറ്റർ. പ്രകാശരശ്മി പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണ്? പ്രകാശരശ്മി ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണ് അല്ലേ? പ്രകീർണനമാണ് ആൻസർ വരേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് പ്രകീർണനം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ PSC ആൻസർ കൊടുത്തത് വിസരണത്തിനായിരുന്നു കേട്ടോ. പ്രകീർണനം എന്ന് പറയുന്നതാണ് ആൻസർ വരേണ്ടത്. പ്രകീർണനം ഇല്ല, അപ്പോൾ എന്താണ്? വിസരണത്തിനാണ് ആൻസർ കൊടുത്തത്. മഴവില്ലുണ്ടാകുന്നതിന് കാരണം എന്ത്? മഴവില്ലുണ്ടാകുന്നതിന് കാരണം എന്താണ്? പ്രകാശ പ്രകീർണനമാണ് അല്ലേ? പ്രകാശ പ്രകീർണനമാണ്. ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പ് എന്ന ഉപകരണം പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് ഉപയോഗപ്പെടുത്തുന്നത്? എൻഡോസ്കോപ്പ് ഏതാണ്? പൂർണ്ണാന്തര പ്രതിഫലനമാണ്. പൂർണ്ണാന്തര പ്രതിഫലനത്തിന് എക്സാമ്പിൾ എന്തൊക്കെ പറഞ്ഞു? വജ്രത്തിൻ്റെ തിളക്കം പറഞ്ഞു, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രവർത്തന തത്വം പറഞ്ഞു, അതുപോലെ തന്നെ മരുഭൂമിയിലെ മരീചിക പറഞ്ഞു. പിന്നെന്താണ്? എൻഡോസ്കോപ്പ് അല്ലേ? എൻഡോസ്കോപ്പ് ഒക്കെ എന്താണ്? ഈ പൂർണ്ണാന്തരിക പ്രതിഫലനത്തിന് എക്സാമ്പിളാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് PSC ഇതുവരെ പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകീർണത്തെക്കുറിച്ച്, മഴവില്ലിൻ്റെ എക്സാമ്പിൾ, സമന്വിത പ്രകാശം ആയിട്ട് പിരിയുന്ന പ്രതിഭാസം, നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടോപ്പിക് ബേസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം സപ്പോർട്ട് എന്താണ് വളരെ കുറവാണ്. അധികം എന്താണ് ലൈക്ക് ചെയ്യണില്ല, കമൻറ്റ് ചെയ്യണില്ല. അപ്പോൾ അതൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ കുറച്ചധികം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യാനായിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം, എന്നാൽ മാത്രമാണ് എനിക്ക് വീണ്ടും അടുത്ത വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്ലേലിസ്റ്റും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം.